ഇപ്പോൾ പ്രദേശവാസിയായ ഷിനു ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനടുത്ത് നിന്നുണ്ട് നമ്മളോട് സംസാരിക്കാൻ. ഷിനു, ഈ അവിടെ അകപ്പെട്ട് പോയ റഹീസ് കരയിലേക്ക് എത്തി. റഹീസിന് അരയിൽ വടം കെട്ടി റഹീസ് ഇറങ്ങി നീന്തുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഈ മറുകരയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. അപ്പോൾ സാലിമും മോഹസിനും രണ്ടുപേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏറ്റവും ചെങ്കുത്തായ സ്ഥലമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഇവിടുന്ന് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് പോകാനുള്ള ഒരു വഴികൾ നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ഈ NDRFന്റെ ആൾക്കാരെ കൊണ്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരോട് ഞങ്ങൾ പോയത്. അപ്പോൾ അതിലേക്ക് റയീസിനെ നമ്മൾ അവിടുന്ന് കണ്ടതുകൊണ്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഒരു മനക്കരുത്ത്, ഇന്നലെ രാത്രി മുതൽ ഇന്നലെ ഭക്ഷണം ഇല്ലാണ്ട് കഴിഞ്ഞിട്ട് മനക്കരുത്തോട് മാത്രമാണ് ആ വ്യക്തി അവിടെ പിടിച്ചു നിന്നത്. എന്താ വെച്ചാൽ മറ്റു രണ്ടുപേരെയും രക്ഷിക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. ഒരാളെ കാല് പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, മറ്റാൾ BP കൂടിയിട്ടും ആ ഒരു അവസ്ഥയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ബാക്കിയുള്ള ആൾക്കാർ അങ്ങോട്ട് എത്തിപ്പെടുന്നുണ്ട്. അപ്പുറത്തേക്ക് റോപ്പറിന് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റിക്കൊണ്ടൽ റിസ്ക് ആണ്, ഏറ്റവും റിസ്ക് ഏറ്റിക്കൊണ്ടലാണ്. ഹലോ. അപ്പോൾ ഇനി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ അവർ എയർലിഫ്റ്റ് ചെയ്യാനും പ്രയാസമാണെന്ന് പറയുന്നല്ലോ ഷിനു. അതെ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ചെങ്കുത്തായ വഴിയിൽ കൂടെ നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഏരിയ, അതായത് നമുക്കൊരു കാല് ചവിട്ടി നിന്ന് പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്തൊരു ഏരിയ ആണ്. പിന്നെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് അവിടെ ഒരു 10-40-50 പേരോളം ഉണ്ട്. പിന്നെ NDRFന്റെ ആൾക്കാരുണ്ട്, സന്നദ്ധപ്രവർത്തകരുണ്ട്, നമ്മളെ റെസ്ക്യൂ ടീമുള്ള ആൾക്കാരുണ്ട്, കാരുണ്യ റെസ്ക്യൂവിന്റെ ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് പുഴയുടെ അക്കരെ കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഫോറസ്റ്റും മറ്റു ഡിപ്പാർട്ട്മെന്റിലും റോപ്പൊക്കെ ഇട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിൽ റേസ് പറഞ്ഞ താഴെ ഭാഗത്ത് ഒരു ബോഡി കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ചീഞ്ഞു പോയി ഒരു സെക്ഷനിലേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കത് എടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ. ഇവർ രണ്ടുപേരെയും ഈ വ്യക്തിയാണ് രക്ഷിച്ച് മേലേക്ക് എത്തിച്ചത്. ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഈ അതിൽ ഒരാൾക്ക് കാലിന് പരിക്കുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ ഈ വിചാരിക്കുന്ന പോലെ വടം കെട്ടിയൊക്കെ ഇറങ്ങി നീന്തലൊന്നും സാധ്യമല്ല അല്ലേ? ഇല്ല, സാധ്യമല്ല, ഒരിക്കലും നടക്കില്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ബാക്കിയുള്ള സന്നദ്ധപ്രവർത്തകരും നോക്കിയേ നടക്കുകയുള്ളൂ. ഈ വ്യക്തി പുഴയിൽ നിന്ന് വെള്ളം എന്നിട്ട് അങ്ങനെ കടക്കാൻ പറ്റാത്തത് കൊണ്ട് കയറ് എറിഞ്ഞു കൊടുത്ത് അരയിൽ കെട്ടിയിട്ട് നീന്തി ഞങ്ങൾ വലിച്ചു കയറ്റിയ ചെയ്ത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് റഹീസിനെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ അതേതായാലും സാധ്യമല്ല. അപ്പോൾ ഇനി ഷിനുവിന് മറ്റെന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഷിനു പ്രദേശവാസി എന്ന നിലയിലാണ് ഞാൻ ഷിനുവിനോട് ചോദിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ റോപ്പ് കെട്ടി നമ്മള് ഇപ്പൊ മുണ്ടക്കൈയിൽ നിന്ന് നമ്മൾ റോപ്പ് കെട്ടി ആൾക്കാരെ ഇപ്പുറത്തേക്ക് ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് സെക്ടർ പോലെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുകയുള്ളൂ. ഏറ്റിക്കൊണ്ടല് ഭയങ്കര റിസ്ക് ആണ്. പിന്നെ നമ്മൾ മെനക്കെട്ട് എന്താ പറയാ, നമ്മളെ ഒരു മനധൈര്യം കൊണ്ട് ഏറ്റി കൊണ്ടുവന്ന് വരാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ സാഹചര്യം നടക്കുകയുള്ളൂ. ഓക്കെ. ഷിനു, ഇവരെങ്ങനെയായിരിക്കും ഷിനു ഈ 3 പേര് അവിടെ കുടുങ്ങി പോയിട്ടുണ്ടാവുക? ഇപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഒരു വനത്തിലായിരുന്നു എന്ന് പറഞ്ഞു. രാവിലെ മൃതദേഹങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തിരയുന്നതിനിടയിലാണ് അവരവിടെ ഒറ്റപ്പെട്ടു പോയത്. പക്ഷെ അവിടേക്ക് എങ്ങനെയാണ് അവർ വന്ന് ഒറ്റപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത്? ഈ പുഴ നേരെ ഒഴുകുന്നത് നമ്മൾ കാലിയാർ ഭാഗത്തേക്കാണ്. നിലമ്പൂർ ഭാഗത്തു നിന്ന് ഇവര് അവിടെ രജിസ്റ്റർ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവര് പുഴ മാർഗം നമ്മൾ ഇന്നലെ മുതൽ അവർ തെരഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചാൽ വ്യക്തി ഭക്ഷണം എന്ത് ചെയ്യണ്ടോന്ന്. എന്താ വെച്ചാൽ ദൂരെ നിന്ന് കാണിക്കാൻ, വെള്ളം കുടിച്ച് മടുത്തിട്ടുണ്ടാവുക വ്യക്തി. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് നൈറ്റ് ഈ പുഴയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഇത് ആർക്കും അത്ര പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. 3 പുഴയും കൂടി വരുന്ന പുഴയാണ്. അപ്പൊ അതില് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിന്റെ മനധൈര്യമാണ് മറ്റു 2 പേരെ ജീവനും കൂടി രക്ഷപ്പെടുത്തിയത്. ശരി. ഈ ചൂരൽമല പുഴയും കള്ളാടിപ്പുഴയും ഒക്കെ വന്ന് ചേരുന്ന സ്ഥലമാണല്ലേ? അതെ, ഇത് നമുക്ക് കൂടുതൽ 3 വെള്ളച്ചാട്ടമാണ് ഇതിൽ ശരിക്കും ആദ്യം മുതലുള്ളത്. 1, 2, 3 വെള്ളച്ചാട്ടം ഉള്ളത്. അതിൽ നമുക്കിപ്പോൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം 1-ൽ മാത്രം അലൗഡ് ഉള്ളൂ. അത്രയും 2 അത്രയും ഡേഞ്ചർ സിറ്റുവേഷൻ ഉള്ള സ്ഥലങ്ങളാണ്. അതിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ഈ ഷിനു, എനിക്ക് തോന്നുന്നു ഇത് ഇത്ര ഒരു അപകടകരമായ സ്ഥലത്താണ് അവിടെ നിൽക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം റഹീസ് പറഞ്ഞത് ഒരു പ്രശ്നവുമില്ല, 2 സുഹൃത്തുക്കളുണ്ട്, അവർ 2 പേരും സേഫാണ്. കാരണം സാലിമിന് ചെറുതായിട്ട് ഒരാൾക്ക് എന്തോ കാലിന് പരുക്കുണ്ട്, ഒരാൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാത്തതിൻ്റെ ക്ഷീണവുമുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് റഹീസ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് അല്ലേ? അതെ, ഇതിൽ എപ്പോഴാണ് വെള്ളം വരുന്നത് എന്താ നമുക്കൊന്നും പറയാനില്ല. ഇവർ താഴത്തെ തട്ടിൽ ഒരു കുഴപ്പമില്ല, ഇവർ കയറി വന്ന ഭാഗങ്ങളിൽ കുഴപ്പമില്ല. പക്ഷെ ഇവർ നിൽക്കുന്ന ഡേഞ്ചർ സിറ്റുവേഷനിലാണ്. അത് ശരി. അപ്പോൾ ഇവർ ഇനിയിപ്പോൾ അത് അധികം വൈകാതെ തന്നെ അവരെ പെട്ടെന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ 3 വ്യക്തികളെ നമ്മൾ രക്ഷപ്പെടുത്തുക എന്നാണ് ഏറ്റവും പെട്ടെന്ന്. അല്ല, റഹീസ് ഇപ്പോ കരയിലേക്ക് എത്തിയല്ലോ. ഓക്കെയാണ്. ആ വ്യക്തി ഓക്കെയാണ്, ഭക്ഷണം കഴിച്ചു, ഓക്കെയാണ്. ശരി. ഈ സാലിമിനും മൂസീനും ഭക്ഷണം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
അവിടേക്ക് നമ്മൾ NDRFന്റെ പിന്നെ രഞ്ജിത്ത് അങ്ങോട്ട് പോയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ ജിപ്പിൽ ഭക്ഷണം കാര്യങ്ങളുണ്ട്. പക്ഷേ അല്ലാതെ എങ്ങനെയാണ് രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് പോവുകയാണോ അതോ വേറെ അങ്ങോട്ട് ഇല്ല, പോയോ? ആ താഴേക്ക് തന്നെ ഇറങ്ങുന്നത്. നമ്മളെ NDRFന്റെ ആൾക്കാരും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരും കൂടി അതിൽ റോപ്പ് കെട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. ഓ, റോപ്പ് കെട്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാം അല്ലേ? പക്ഷേ സ്ട്രക്ചർ എടുത്ത് നമ്മൾ പുഴേന്റെ ഇക്കര സൈഡിലേക്ക് എത്തിക്കാനേ പറ്റുള്ളൂ. അവിടുന്ന് പിന്നീട് ചെങ്കുത്തായ വഴികളാണ്. അല്ല, പുഴയുടെ ഇക്കരെ എത്തിക്കഴിഞ്ഞാൽ സേഫ് ആണല്ലോ, പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്ത് എന്തെങ്കിലും മരുന്നൊക്കെ കൊടുത്ത് കൊണ്ടുപോകാമല്ലോ. അതെ, പക്ഷെ ഈ കയറി വരുന്ന വഴികൾ നമ്മൾ കാടിന്റെ ഉള്ളിൽ കൂടെയുള്ള ചെങ്കുത്തായ കുത്തനുള്ള ഇറക്കങ്ങളാണ്. പാറമടകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ്. ഓ, അത് ശരി. അല്ല, ബൈക്കൊന്നും പോകാൻ പറ്റില്ല അല്ലേ? ബൈക്ക് പോയിട്ട് മനുഷ്യന്മാർ നടന്നു പോകുമ്പോൾ നമ്മൾ ഒരു ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ കുഴിയിലേക്ക് പോകും. ഓ, അത് ശരി. അങ്ങനത്തെ ഒരു 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 എന്താ പറയാ, പുഴേന്റെ അങ്ങ് എൻഡിലേക്കുള്ളൊരു പോർഷനാണ്. അപ്പൊ ഈ പാറക്കെട്ട്, ഇവർ കുടുങ്ങിയ പാറക്കെട്ടുള്ള അവിടെയും ഒരു കുഴി പോലത്തെ പ്രദേശമായിരുന്നു എന്ന് പറഞ്ഞു നേരത്തെ റഹീസ്. നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ അതിലേക്ക് ഫോർവേഡ് ചെയ്തുതരാം. ആ സ്ഥലത്തേക്കുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഫോർവേഡ് ഉറപ്പായിട്ടും വേണം ചെയ്തുതരാം. ഷിനു. അത് ആ പ്രദേശം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കുമല്ലോ. ചെറിയൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്തു തരാം. ഈ വഴികൾ ശരി. അല്ല, ഇപ്പോൾ ഈ അവിടെ ഇവർ രണ്ടുപേരിലൊക്കെ ആദ്യം ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ അങ്ങോട്ട് പോയി, ഇനി അവരെന്താണ് ആലോചിക്കുന്നത്, എങ്ങനെ കൊണ്ടുവരാം? ഇനിയിപ്പോ റോപ്പിൽ ഇങ്ങോട്ട് കടത്താനുള്ള ചിന്താഗതിയാണോ, ഇനിയിപ്പോ എന്താ സ്ഥിതി എന്നല്ല. ഇനിയിപ്പോ അവര് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ സംസാരിക്കുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ NDRFൽ കുറച്ചും കൂടി ആൾക്കാർ റോപ്പും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിപ്പോ ഈ ആ സ്ഥലത്തുനിന്ന് ഈ കരയിലേക്ക് എത്ര ദൂരം ഉണ്ടാകും? ഏകദേശം നമ്മളെ ശരിക്കുള്ള റോഡിലേക്ക് എത്തണമെങ്കിൽ ഒരു 5 കിലോമീറ്റർ 5.5 കിലോമീറ്ററിന്റെ അധീനതയിലുണ്ട്. നമ്മളിപ്പോ 6 കിലോമീറ്റർ അങ്ങനെ നടന്നു പോയിട്ട് വേണം നമ്മൾ ആ സ്പോട്ടിലേക്ക് എത്താൻ. 6 കിലോമീറ്റർ നടക്കണം അല്ലേ? കാടിന്റെ ഉള്ളിൽ കൂടി ആയതുകൊണ്ടാണ്. ഈ കര ഭാഗത്തേക്ക് ഞാൻ നേരത്തെ ചോദിച്ചതാണ്, ഈ കര ഭാഗത്തേക്ക് ബൈക്ക് സാധാരണ അവിടെ അങ്ങനെ ആ ഭാഗത്തേക്ക് വരാൻ പറ്റുന്ന സ്ഥിതിയാണോ? അതെ, നമ്മൾ ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് നമ്മൾ ഈ പുഴയിലേക്ക് പോകുന്നൊരു വഴി പറഞ്ഞാൽ ചവിട്ടടിപ്പാത പോലെയാണ്, ഒരു 3 അടി വഴിയാണ്. ആ വഴി പറഞ്ഞാൽ ചെങ്കുത്തായ വഴി. പക്ഷെ അതിന്റെ ഇപ്പത്തേക്കും ജീപ്പ്, ലോറി, ഏത് വണ്ടി, വലിയ വണ്ടി നമുക്ക് വന്ന് പോവാം. പക്ഷെ ഇവിടെ നിന്ന് നമുക്ക് ആ പ്ലോട്ടിലേക്ക് എത്തണമെങ്കിൽ 6 കിലോമീറ്റർ 5.5 കിലോമീറ്റർ ഉണ്ട്. ഓ, അത് ശരി. അപ്പോൾ ഒരു 5.5 കിലോമീറ്റർ ദൂരത്താണ് ഈ കര നിൽക്കുന്നത് അല്ലേ? അതെ, നിൽക്കുന്നത്. ശരി. ഷിനു, അപ്പോൾ ഈ ഇനിയിപ്പോൾ അവര് സ്ട്രക്ചറിൽ കൊണ്ടുവരിക എന്നതായിരിക്കുമല്ലോ അവരിപ്പോൾ സ്വാഭാവികമായിട്ട് ആലോചിക്കുന്നുണ്ടാവുക. അതായിരിക്കും ഏകദേശം എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹെലികോപ്റ്റർ വന്നപ്പോൾ അതാണ് പറഞ്ഞത്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടേക്ക് ഇറക്കി നിർത്താനുള്ള ഒരു സാഹചര്യം കാര്യങ്ങളില്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മള് ഇവിടുത്തെ പ്രദേശവാസികളുടെ ആൾക്കാർ അവിടെ ഉണ്ട്, നമ്മളെ റെസ്ക്യൂന്റെ ആൾക്കാർ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടി ടൈപ്പായി നിന്ന് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ അവിടെ എത്തിയ രഞ്ജിത്ത് ഇസ്രായേൽ എന്തെങ്കിലും സന്ദേശം ഇങ്ങോട്ട് കൈമാറി? ഒന്നും തന്നില്ല. അവിടെ രഞ്ജിത്ത് ഇസ്രായേലും പിന്നെ വേറൊരു 3 സാറും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട്. രഞ്ജിത്ത് ഇസ്രായേലും പിന്നെ ആ ഇടുക്കി ആംഡ് ബറ്റാലിയനിലെ 2 ഉദ്യോഗസ്ഥരും. അതെ അതെ അതെ, അവർ 3 പേരും അങ്ങോട്ട് പോയിട്ടുണ്ടല്ലേ? അതെ അതെ, അവിടെ എത്തി അല്ലേ? അതിന്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ശരി ശരി. എന്നാൽ ഷിനു, വളരെയധികം നന്ദി ഷിനു ഈ വിവരങ്ങൾ നൽകിയതിന്. ഷിനു പറഞ്ഞ ആ ദൃശ്യങ്ങൾ നമുക്ക് അയച്ചു തരിക. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാനും പറ്റും ആ ഭൂപ്രദേശം എങ്ങനെയാണെന്നുള്ളത്.